നമസ്കാരം. യുദ്ധത്തിന്റെയും യുദ്ധാനന്തര നടപടികളുടെയും സാക്ഷികളാവുകയാണ് അറിഞ്ഞോ അറിയാതെയോ നമ്മൾ. ശരി, കമന്ററി ആരംഭിക്കുന്നു. നമ്മൾ നേരിട്ട് യുദ്ധത്തിൽ പങ്കെടുക്കുന്നില്ല, യുദ്ധത്തിന്റെ ഇരകളുമാകുന്നില്ല. പക്ഷേ ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ അതിന്റെ ഒരു ഭാഗമായി മാറുകയാണ്. നമ്മുടെ ഇവിടെ ഒരു കപ്പൽ വന്നിരുന്നു 4-ാം തീയതി, സഫീൻ പയനിയർ. തുടക്കം മുതലേ വരുന്ന ഫീഡർ വെസലുകളിൽ ഒന്നാണ് സഫീൻ ഗ്രൂപ്പിൽപ്പെട്ട സഫീൻ പയനിയർ. 4-ാം തീയതി ഇവിടെ വരുമ്പോൾ, സഫീൻ പയനിയർ ഇവിടെ വരുമ്പോൾ, അതേ ദിവസം തന്നെ സഫീൻ പയനിയറിന്റെ സഹോദരി സഫീൻ പ്രസ്റ്റീജ് മിസൈൽ ഏൽക്കുകയാണ്. യുദ്ധത്തിൽ നമ്മുടെ ഹോർമോസ് കടലിടുക്കിൽ വെച്ച് മിസൈൽ ഏൽക്കുകയാണ്. ജീവനക്കാർ കപ്പലിന് ഉപേക്ഷിക്കേണ്ടി വരുന്നു. ഉപേക്ഷിച്ചതല്ല, ഉപേക്ഷിക്കാൻ നിർബന്ധിതരായിത്തീരുന്നു. കാരണം വെള്ളത്തിന് തൊട്ട് മുകളിലാണ് മിസൈൽ ഏൽറ്റത്. എഞ്ചിനിൽ തീപിടിക്കുന്നു. അങ്ങനെ പിന്നെ അതിനകത്ത് നിൽക്കാൻ പറ്റാത്ത വിധത്തിൽ 10-20ഓളം ജീവനക്കാർ ഏതോ മാർഗത്തിലൂടെ, ഒമാൻ നേവിയാണെന്നൊന്ന്, അവരെ രക്ഷപ്പെടുത്തുന്നു. എന്നാൽ എത്രത്തോളം ക്രൂരമാണെന്ന് നോക്കണം. രണ്ടു കൂട്ടരുടെയും സമീപനമാണ്, അല്ലാതെ ഒരു കൂട്ടരുടെ ഏകപക്ഷീയമല്ല. ഇവിടെ ഈ കപ്പലിനെ രക്ഷപ്പെടുത്താൻ, കാരണം ആരുമില്ല, ക്യാപ്റ്റൻ അടക്കം എല്ലാവരും ഈ കപ്പലിൽ നിന്ന് മാറിയപ്പോൾ സഫീൻ പ്രസ്റ്റീജിനെ, അതിങ്ങനെ ഒഴുകി നടക്കുന്നത് മറ്റ് കപ്പലുകൾക്ക് അപകടമാണ്. ആ കപ്പലിനെ രക്ഷപ്പെടുത്താൻ മുസഫ 2 എന്ന് പറയുന്ന ഒരു ടഗ്, അബുദാബി പോർട്ടിനാണ്. ഈ സഫീൻ എന്ന് പറയുന്ന ഗ്രൂപ്പും ഒക്കെ ഈ അബുദാബി പോർട്ടിന്റെ ഉടമസ്ഥതയിലുള്ളതാണ്. അവര് മുസഫ 2 എന്ന് പറയുന്ന ഒരു ടഗിനെ 7ഓളം ജീവനക്കാരുമായിട്ട് ഈ കപ്പലിനെ എങ്ങനെയെങ്കിലും കെട്ടിവലിച്ച് എവിടെയെങ്കിലും എത്തിക്കാൻ പറ്റുമോ എന്നുള്ള അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഈ മുസഫ 2 എന്ന് പറയുന്ന ടഗ് വരുമ്പോൾ ഈ ടഗിനും മിസൈൽ ഏൽക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞ ക്രൂരത. ഈ കപ്പൽ എന്താണ്, വെടിയേറ്റ് കിടക്കുന്ന ഒരു ജവാനെ പോലെയാണ്. മരണതുല്യമായി ജീവന് വേണ്ടി ശ്വാസം വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെ രക്ഷപ്പെടുത്താൻ എത്തുന്നത് ആരാണ്? ആംബുലൻസ് ആണ്, രക്ഷാപ്രവർത്തകരാണ്. ആ രക്ഷാപ്രവർത്തകരെ പോലും ആക്രമിക്കുന്ന തരത്തിൽ മനുഷ്യത്വരഹിതമായി മാറുകയാണ് യുദ്ധഭൂമി. അങ്ങനെ അതിനുണ്ടായിരുന്ന 7 പേരിൽ 4 പേർ തൽക്ഷണം മരണപ്പെട്ടു. 3 പേർ മരണതുല്യമായ അപകടത്തിൽപ്പെട്ട് ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നറിയില്ല. അപ്പൊ നമ്മുടെ ഇവിടെ വന്ന ഒരു കപ്പൽ, ജിബൂട്ടിയിൽ നിന്ന് ഇവിടെ വന്നതാണ് സഫീൻ പൈനിയർ. സഹോദരി കപ്പൽ സഫീൻ പ്രസ്റ്റീജ് UAE-യിൽ നിന്ന് ജദ്ദയിലോട്ട് പോകുന്ന വഴിക്കാണ് മിസൈൽ ഏൽക്കുന്നത്. അപ്പൊ നമ്മളെ വളരെ അധികം സേവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കപ്പൽ കമ്പനി എന്നുള്ള നിലയ്ക്ക് സഫീൻ കുടുംബത്തോടുള്ള നമ്മുടെ ഐക്യപ്പെടലാണ് ഈ റിപ്പോർട്ടിലൂടെ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ ശ്രമിക്കുന്നത്. യുദ്ധത്തിന്റെ മറ്റൊരു ഉപകഥയാണ്. ഇന്നലെ നമ്മുടെ മുമ്പിലൂടെ അഡ്വാൻറ്റേജ് ലൈഫ് എന്ന് പറയുന്ന ടാങ്കർ കടന്നുപോയി. അടുത്തൊരു ടാങ്കർ, നാവിഗേറ്റ് ഓണർ എന്ന് പറയുന്ന ടാങ്കർ നമ്മളെ സമീപിച്ചുകൊണ്ട്, ഈ പ്രസന്റേഷന്റെ സമയത്ത് സമീപിച്ചുകൊണ്ടിരിക്കുന്നു. പ്രേക്ഷകർ ഇത് കാണുമ്പോൾ നാവിഗേറ്റ് ഓണറും കടന്നുപോയിട്ടുണ്ടാവും. എന്താണ് ഈ 2 ടാങ്കറും നമ്മളും തമ്മിലുള്ള ബന്ധം? ഒരിക്കലും നമ്മൾ ഈ ടാങ്കറിന്റെ കഥയൊന്നും പറയാൻ ശ്രമിക്കാറില്ല. കാരണം നമ്മുടെ കടൽ അന്തർദേശീയ യുദ്ധാനന്തര വ്യാപാരത്തിന്റെ വേദികളാവുകയാണ്. ഇതുപോലെ ധാരാളം കഥകൾ ഇപ്പോൾ നടക്കുന്നുണ്ടാവാം. 2 എണ്ണമാണ്. നമ്മുടെ ജാംനഗർ, റിലയൻസിന്റെ ജാംനഗറിൽ നിന്ന് ഒരെണ്ണത്തിൽ ഡീസൽ, നമ്മുടെ അഡ്വാൻറ്റേജ് ലൈഫിലുള്ളത് ഡീസലാണ്, നാവിഗേറ്റിലുള്ളത് ജെറ്റ് ഫ്യൂവലാണ്. അതിനിടയ്ക്ക് സിംഗപ്പൂർ ഇതിന്റെ എല്ലാം സപ്ലൈ ബാധിച്ചു തുടങ്ങി. Singapore's bunker supply has been affected by the Gulf War, with prices rising over 40% for higher sulfur fuel oil and 30% for low sulfur fuel oil since the conflict began. ഫെബ്രുവരി 27 തോന്നുന്നു യുദ്ധം തുടങ്ങിയ അന്നു മുതൽ ആഗോളതലത്തിൽ എണ്ണയ്ക്കുണ്ടായ വിലക്കയറ്റം, എണ്ണയ്ക്കുണ്ടായ ഷോർട്ടേജ്, അതിനെ തുടർന്നുണ്ടായ വിലക്കയറ്റം.
സിംഗപ്പൂർ ആണല്ലോ ഈ ബങ്കർ സപ്ലൈയുടെ ഉസ്താദുമാർ. The disruption of Middle East exports has led to a shortage, prompting traders to look for alternative sources in the West. അവരുടെ വെസ്റ്റാണ്. സിംഗപ്പൂരിന്റെ വെസ്റ്റ് ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിൽ ബദൽ ഇന്ധനങ്ങൾ കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ള അന്വേഷണമാണ്. റിലയൻസ് യൂറോപ്പിലേക്ക് വിട്ട 2 കപ്പലുകളാണ് എണ്ണ നിറച്ച് ഡീസലും ജെറ്റ് ഫ്യൂവലും നിറച്ച് യൂറോപ്പിലേക്ക് വിട്ട 2 ടാങ്കറുകളെ തിരിച്ചു വിളിച്ചു. സിംഗപ്പൂർ കൂടിയ വിലയ്ക്ക് എടുക്കാൻ തയ്യാറാണ്. ഇതാണ് നടക്കുന്ന വ്യാപാരം. ഒരെണ്ണത്തിന്റെ കപ്പാസിറ്റി 1 ലക്ഷം ടണ്ണാണ്. അഡ്വാൻറ്റേജ് ലൈഫിന്റെ കപ്പാസിറ്റി നിറഞ്ഞിരിക്കുകയാണ്. 1 ലക്ഷം ടണ്ണുണ്ട്. നാവിഗേറ്റിൻ്റെത് 75,000 ടൺ. ഇത്രയും വലിയ വ്യാപാരമാണ് നമ്മുടെ മുമ്പിലൂടെ നടക്കുന്നത്. 2 tankers loaded with fuel from Reliance Industries in India that were headed to Europe made U-turns and are now bound for Asia. യൂറോപ്പിലോട്ട് പോയ കപ്പലിനെ തിരിച്ചു വിളിച്ച് നമ്മുടെ മുമ്പിലൂടെ സിംഗപ്പൂരിലോട്ട് പോവുകയാണ്. As the refiner capitalizes on firm Asian margins with the Iran war squeezing supply. സാധനമില്ലാത്തത് കൊണ്ട് നമ്മുടെ ആസ് ദ റിഫൈനർ റിലയൻസ്, നമുക്കെല്ലാം പരിചയമായ റിഫൈനർ കുറച്ചുകൂടി പണം ഇതിൽ നിന്ന് ലഭിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് യൂറോപ്പ് മാർക്കറ്റ് ഉപേക്ഷിച്ച് ഏഷ്യൻ മാർക്കറ്റ് സിംഗപ്പൂരിലോട്ട് വിടുകയാണ്. ദി അഡ്വാൻറ്റേജ് ലൈഫ് വിച്ച് ലോഡഡ് അറൌണ്ട് 1 lakh metric tons of diesel at Reliance Jamnagar refinery on February 28 is currently bound for Singapore. ട്രക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മുമ്പിലൂടെ ഈ വാർത്ത വായിച്ചു. ട്രക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മുമ്പിലൂടെ കടന്നു പോവുകയാണ്. The Navigate Honor, which is carrying around 75,000 tons of jet fuel and was initially headed to West of Suez markets. West of Suez എന്ന് പറഞ്ഞാൽ അറിയാലോ, മെഡിറ്ററേനിയൻ കടല്, യൂറോപ്പ്, അതിന്റെ ഓരത്തുള്ള ഏതെങ്കിലും ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ആയിരിക്കാം. Suez market also turned around heading for Southeast Asia. സിംഗപ്പൂർ തന്നെയാണ്, സിംഗപ്പൂർ മാർക്കറ്റിലോട്ട് പോകുന്നു എന്നുള്ള ഒരു വലിയ വ്യാപാരം നമ്മുടെ മുമ്പിൽ നടക്കുകയാണ്. യുദ്ധവുമായി ബന്ധപ്പെട്ട് എണ്ണയ്ക്ക്, ഇന്ധനത്തിന്, ഡീസലിന്, ജെറ്റ് ഫ്യൂവലിനൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വിലക്കയറ്റം പല രാജ്യങ്ങൾക്കും പല കമ്പനികൾക്കും നേട്ടമായി മാറുമ്പോൾ നമ്മുടെ മുമ്പിലാണ്, നമ്മുടെ കടലാണ് അതിൽ പലതിനും സാക്ഷ്യം വഹിക്കുന്നത്.